കഥയുടെ പേരാണ് ചിന്നു മനസ്സിനുള്ള ചിന്നുമുയലും കൂട്ടുകാരും. മുയലിനെ എല്ലാവർക്കും ഇഷ്ടമാണോ? ആരുടെ മുയലുണ്ട്? മുയലിനെ കണ്ടിട്ടുണ്ടായിരുന്നു? കണ്ടിട്ടുണ്ടോ മുയലിനെ? കണ്ടിട്ടുണ്ടോ? അപ്പൊ മനസ്സിലുള്ള ചിന്നുമുയലിന്റെ കൂട്ടുകാരെ കഥ പറയണം. അങ്ങ് ദൂരെ ഒരു കാട്ടില് വലിയൊരു കാട്, നല്ല ഭംഗിയുള്ള കാട് കേട്ടോ. ആ കാട്ടില് ചിന്നു എന്ന് പറഞ്ഞൊരു മുയലൊട്ടുണ്ടായിരുന്നു. ചിന്നുവിന് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ആ കാട്ടിലുള്ള എല്ലാവർക്കും ആരും ഇഷ്ടമാണ്? ആ ചിന്നുമുയലിന് ഇഷ്ടമാണ്. മുയലിന്റെ പേരെന്ന് ചിന്നു. ആ ചിന്നുമുയലിന് ചിന്നു വീടിനെയും കാട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഒരു ദിവസം ചിന്നുവിന്റെ അമ്മ പറഞ്ഞു, മക്കളെ ഞാൻ പോയി നിങ്ങൾക്ക് ആഹാരം ക്യാരറ്റൊക്കെ എടുത്തിട്ട് വരാം. മക്കള് നല്ല കുട്ടിയായിട്ട് വീട്ടിൽ മിണ്ടാതെ ഇരിക്കണേ, ഒരിടത്തും പോവല്ലേ. അങ്ങ് വടക്ക് ഭാഗത്തുള്ള ഒരു പുഴക്കര നല്ല മഴയെക്കാളും പുഴയിൽ എന്തുണ്ട്? ഭയങ്കര വെള്ളമാണ് കേട്ടോ. വഴുതുകൊണ്ട് അപ്പം വഴുത് നമ്മൾ ചവിടി പോകും. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടൊന്നും എന്റെ മക്കൾ പോവല്ലേ, വീട്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ. കൂടുതൽ വന്നാലും വീട്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കണം. ആര് പറഞ്ഞു? ചിന്നുമയന്റെ അമ്മ പറഞ്ഞു. അപ്പൊ ചിന്നുമയ എന്താ പറഞ്ഞു? നിങ്ങളുടെ അമ്മ ആദ്യം എന്ന് പറയുമ്പോ എല്ലാവരും എന്ത് പറയും? ശരി അമ്മ എന്നൊക്കെ പറയല്ലേ. ഞാൻ അവിടെ പോകില്ല, അവിടെ നിൽക്കാം അല്ലേ. ചില കുട്ടികളെന്ന് പറയും, ഇല്ല ഞാൻ പോയിപ്പോ ഇങ്ങനെ പറയുമോ ആരെങ്കിലും? നമ്മളെ മക്കളൊന്നും അങ്ങനെ പറയുന്നല്ലേ. എല്ലാവരും നല്ല കുട്ടികളാണ് ഇവിടുത്തെ. അപ്പൊ ചിന്നുമണി അത് പറഞ്ഞു, അമ്മ ഞാൻ പോകത്തില്ല, ഞാൻ ഇവിടെ ഇരിക്കാം, ഒരിടത്തും പോകത്തില്ല പറഞ്ഞു. അമ്മ ഒരു ജോലിക്ക് പോയി. ജോലിക്ക് പോകാൻ ക്യാരറ്റൊക്കെ വെക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ചിന്നുമണിന്റെ ആരോ ഒന്ന് കൂട്ടുകാര് വീട്ടിൽ വന്നു. കൂട്ടുകാരൊക്കെയാ? തത്തയും. ചിന്നുമണിന്റെ കൂട്ടുകാരൊക്കെ തത്തയും കൂടെ വന്നിട്ടുണ്ട്. ചിന്നുമണിനെ അങ്ങ് പുഴക്കരയില് നിറയെ പഴങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി പഴമൊക്കെ കഴിക്കാം. നല്ല മധുരമുള്ള പഴങ്ങൾ എവിടെ കിടക്കുന്നെന്ന് പറഞ്ഞ് ആ പുഴക്കരയില് കിടക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴേ ചിന്നു പോയി ആലോചിച്ചു, അമ്മയടുത്ത് പോകണ്ടെന്നല്ലേ, ഞാൻ പോകില്ലെന്നല്ലേ പറഞ്ഞ. അപ്പൊ എന്ത് ചെയ്യട്ടെ എന്നാ ഈ ചിന്നു പോയിന്റെയും ഇങ്ങനെ കൊതിയും കൂടാം. എന്ത് പറ്റി? നല്ല കൊതിയും കൂടെ നോക്കി. അപ്പൊ ഈ ചിന്നു പോയത് എന്ത് ചെയ്യുന്നു? കുഴപ്പമില്ല, അമ്മ വരുന്ന മുമ്പ് എന്ത് ചെയ്യാം, വീട്ടിൽ എത്താം എന്ന് പറഞ്ഞ് ചിന്നു പോയി എന്ത് ചെയ്യുന്നു? അമ്മ പറഞ്ഞത് കേൾക്കാതെ ഇങ്ങോട്ട് പോയി കൂട്ടുകാരോടെ പുഴക്കരയിലോട്ട് പോയി. പുഴക്കരയിലോട്ട് പോയപ്പോ നിറയെ പഴങ്ങൾ, മാമ്പഴം, ആപ്പിള് വെച്ചു. അപ്പൊ കുറെ പഴങ്ങൾ എവിടെ കിടക്കുന്നു? പുഴക്കരയിൽ കിടക്കുന്നു. കണ്ടപ്പോ ഈ പുഴ അടുത്ത് വരെ കിടക്കുന്നു. എന്ത് കിടക്കുന്നു? നല്ല ചാക്കുള്ള ഭാഗത്ത് വരെ എന്ത് കിടക്കുന്നു? നല്ല മധുരമുള്ള പഴങ്ങളൊക്കെ കിടക്കുന്നു. ഈ ചിന്നു പോയി സഹിക്കാൻ വന്നിട്ട് ചിന്നു പോയിന്റെ കഥ എന്ന് പറഞ്ഞ പോയിന്റെ ഇഷ്ടമില്ല നോക്കിട്ട് ചിന്നു പോയി എന്ത് ചെയ്തു? നല്ല മധുരമുള്ള വലിയൊരു മാമ്പഴം കിടന്നാണ്. ചിന്നു എന്ത് ചെയ്തു? പെട്ടെന്ന് പോയി ചാക്കി ഒന്നും നോക്കിയില്ല, അങ്ങ് ഓടിപ്പോയി എന്തെടുക്കാൻ പോയി? ഈ മാമ്പഴം എടുക്കാൻ പോയി. പെട്ടെന്നതാ ഈ ചാകി പോയി. ആര്? ചിന്നു എന്ത് ചെയ്ത്? ചാകി പെട്ടെന്ന് വെള്ളത്തിലോട്ട് ഭയങ്കര വെള്ളച്ചാട്ടം കേട്ടോ. വെള്ളത്തിലോട്ട് വീഴാൻ പോയി. ചാകി പെട്ടെന്ന് എന്ത് ചെയ്തു? വെള്ളത്തിൽ ഇങ്ങനെ ചാകി ഇങ്ങനെ പോയത് എന്തോ ഭാഗ്യത്തിന് എന്ത് പറ്റി? ഒരു കമ്പ് കിട്ടി. ഈ കമ്പ് അങ്ങോട്ട് അപ്പാനെങ്കിൽ എന്ത് ചെയ്യും? ചിന്നുമേനെ വെള്ളത്തിലോട്ട് വീഴും. അങ്ങനെ ചിന്നുമേൻ പേടിച്ചു. കൂട്ടുകാരെന്ത് ചെയ്തു? കൂട്ടുകാർ കുഞ്ഞു കൂട്ടുകാരല്ലേ, കുരങ്ങനൊക്കെ കുഞ്ഞു കൂട്ടുകാരില്ല. അപ്പൊ അവർക്ക് രക്ഷിക്കപ്പെടുന്നു. അവരിവിടുന്ന് കരയ്ക്കിടന്ന് വിളിക്കുന്നു, അയ്യോ മൊയില്, ചിന്നുമൊയിലെ വിളിക്കുന്നു. ചിന്നുമൊയിലും കിടന്ന് ഭയങ്കരമായിട്ട് വിളിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് ഈ കരച്ചിന്റെ ശബ്ദം കേട്ടിട്ട് ചിന്നുമൊയിലെ അമ്മ ഓടി വന്നു. അയ്യോ എന്റെ മോൻ. ചിന്നുമൊയിലിന്റെ അമ്മയും അച്ഛനും കൂടെ ഓടി വന്ന് കമ്പൂര് പതിയെ ഇങ്ങനെ എടുത്ത് ആരെ രക്ഷപ്പെടുത്തി? ചിന്നുമൊയിലിനെ രക്ഷപ്പെടുത്തി. അപ്പൊ ചിന്നുമൊയില് കരഞ്ഞോട് പറഞ്ഞു, അമ്മേ ഇനി ഞാൻ അമ്മ പറയുന്നതെല്ലാം കേൾക്കും, ഇനി ഞാൻ വീട്ടിൽ നല്ല കുട്ടിയായിട്ടിരിക്കും, അമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് സോറി ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അമ്മയും അപ്പയും പറയുന്നത് എന്ത് ചെയ്യണം? അനുസരിക്കണം. എല്ലാവരും അനുസരിക്കണം. മക്കളല്ലേ? FSR 6 എല്ലാവർക്കും അറിയാനുള്ള വാക്യങ്ങൾ. FSR 6 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഒരു കുഞ്ഞു മോളെ എടുത്തോ, ആരെങ്കിലും ഒരു മോളെ ആരെങ്കിലും എടുത്തോ. FSR 6 എല്ലാ മക്കളും എടുത്തോ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനമാണല്ലേ. അതുപോലെ 10 കൽപ്പനകളിൽ ഒരു കൽപ്പന എന്ന് പറയുന്നു എന്ത്? നിന്റെ അപ്പനമ്മയും ബഹുമാനിക്കാം അല്ലേ. FSR 6 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഒരു കുഞ്ഞിന് ആരെങ്കിലും ഒന്ന് വായിച്ചേ, നല്ല ഓർച്ച് വായിക്കും. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുകയും അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാക്കാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാക്യത്തോടു കൂടി ആദ്യ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിക്കാതെ അപ്പനെ അമ്മയും എന്ത് ചെയ്യണം? ബഹുമാനിക്കുക എന്നാണ് ഇത് പറയുന്നതല്ലേ. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിനനുസരിച്ച് എന്നൊക്കെ വാക്യങ്ങൾ പറയും. നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്യത്തെ കുറിച്ച് നമ്മളൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല.
അപ്പൊ എന്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യണം? നല്ല അനുസരണമുള്ള മക്കളായിട്ട് മാറണം. ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് ഇവിടെ എല്ലാ മക്കളും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള മക്കളെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വഴക്ക് പറയൂലേ? ഇല്ല, വഴക്ക് പറയൂലേ? എവിടെയൊക്കെ ഞാൻ വഴക്ക് കൊടുക്കാറുണ്ട്. എനിക്കിതൊരു പിന്നീട് ആവുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് അവന് ഇഷ്ടമാണ്. അവനെനിക്ക് ഒത്തിരി ഇഷ്ടം. എന്റെ പപ്പ ഇടയ്ക്ക് പറയും, നീ വേറെ പിള്ളേരൊന്നും വഴക്ക് പറയല്, അവർക്കൊക്കെ മറ്റുള്ളവർക്ക് വിഷമാവെന്ന് പറയും. പക്ഷെ എനിക്ക് അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? വീണ്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മക്കളെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എന്ത് പറയും? മക്കളെ അനുസരിക്കണേ, അങ്ങനെ ചെയ്യല്ലേ അത്രയെന്ന് പറയാം. അവർ നന്നാണെന്നാണ് ആരാഗ്രഹം? എന്റെ ആഗ്രഹം. അതുപോലെ നിങ്ങളുടെ അമ്മയപ്പന്മാരെയൊക്കെ ആഗ്രഹം എന്താണ്? അവർ നിങ്ങൾ വഴക്കോ? ഓ എന്നെ മാത്രമേ ഇഷ്ടമില്ലാത്തവരോട് വഴക്കും. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഞാനും കുഞ്ഞിനെ പറയുള്ളൂ, എന്നെ മാത്രം ഞാൻ മൂത്ത കുട്ടികളെ എന്നെ എപ്പോഴും വഴക്കോ കാണിക്കും. അമ്മയ്ക്കൊക്കെ എന്നെ ഒട്ടും ഇഷ്ടമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ വരുന്നതിന് ഞാൻ പറയും, എന്നെ അന്ന് പപ്പേ അമ്മ അന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തരുന്ന. എനിക്ക് ആ തെറ്റിനൊന്നും ചെയ്യാതെ നല്ല കുട്ടികൾ ഞാൻ വളർന്നത് ഞാൻ ഇപ്പം പറയാം കേട്ടോ. അതിപ്പോ നമുക്ക് ഇപ്പൊ മനസ്സിലാവും, നമുക്ക് എപ്പോഴും മനസ്സിലാവും, പിന്നീട് അത് മനസ്സിലാവുമ്പോ. ഞാനും ഇപ്പൊ അമ്മയായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് എന്നെ വഴക്ക് പറഞ്ഞ് ഞാൻ നല്ല കുട്ടിയാവുന്നത് ഞാൻ അന്ന് വിചാരിച്ചു. എന്റെ ഒപ്പയ്ക്ക് അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ നമുക്ക് പപ്പ ജെനി കുട്ടിയെ വഴക്ക് പറയുന്നത് എന്തുകൊണ്ടാണ്? അമ്മ വഴക്ക് പറയുന്നത് എന്തുകൊണ്ടാണ്? അമ്മയ്ക്ക് മക്കളെ ഒരുപാട് ഇഷ്ടമാണല്ലേ. എല്ലാവരും വഴക്ക്, നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ട് അമ്മയും പപ്പ ദേഷ്യത്തിൽ വിളിക്കുമോ? ദേഷ്യത്തിരിക്കും. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വരും, അല്ലേ മക്കളെ നമുക്ക് എന്ത് വേണം, മുട്ടായാണോ അങ്ങനെയൊക്കെ ചോദിക്കേണ്ടി ദേഷ്യപ്പെട്ടല്ലേ? ചോദിക്കൂലേ? അപ്പോഴാണ് ഇരിക്കല്ലേ എന്നൊക്കെ പറയും. മക്കൾ അടുത്ത് വരും അല്ലേ? അത് എന്തുകൊണ്ടാണ്? ഇഷ്ടമില്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോകും, മൈൻഡ് ചെയ്യുന്നത് അങ്ങനെയല്ലേ? പക്ഷെ ഇഷ്ടമുള്ളതാണ് എന്ത് ചെയ്യണം? നമ്മൾ അമ്മയപ്പനും വഴക്ക് പറഞ്ഞിട്ട് നമ്മളെ സ്നേഹത്തോട് വീണ്ടും വിളിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് വേറെ ആരും കുറ്റം പറയുന്നത് ആർക്കും ഇഷ്ടമില്ല. നമ്മുടെ അമ്മയ്ക്ക് ഒപ്പയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ വേറെ ആരും കുറ്റം പറഞ്ഞാൽ അവർക്ക് സങ്കടമാവും. അവര് വേറെ ആരും കുറ്റം പറയാതിരിക്കാനാണ് ആര് പറയുന്നത്? നമ്മുടെ അമ്മയും അമ്മയും നമ്മളെ വഴക്ക് പറയുന്നത് അല്ലേ? അല്ല നമ്മളെ ഇഷ്ടമില്ലെന്നിട്ടല്ല. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളുടെ എല്ലാവരും പറഞ്ഞ അനുസരിക്കണം. അടുത്ത ദിവസം കുറച്ചുകൂടെ വേറെ കഥയൊക്കെ പറഞ്ഞുതരും. ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരും കേട്ടോ. അപ്പം ഇനി ഈ ആഴ്ച പോയിട്ട് എല്ലാവരും എത്ര കാര്യങ്ങള് അമ്മയും പപ്പയും പറഞ്ഞ അനുസരിച്ചത് എനിക്ക് അടുത്ത ആഴ്ച വന്നിട്ട് പറയണം. എല്ലാവരും പറയണം. അപ്പൊ ഏറ്റവും കൂടുതൽ അനുസരിച്ചിട്ടുള്ളവർക്കാണ് ഞാൻ സമ്മാനം കൊടുക്കുന്നത്. ഇപ്പോഴത്തെ അടിപൊളി മുതൽ കവായ സ്റ്റിക്കറാണ്. കവായ സ്റ്റിക്കർ ഏറ്റവും കൂടുതൽ അനുസരിച്ചിട്ടുള്ളവർക്ക് ഞാൻ ആ സ്റ്റിക്കർ കൊടുക്കും കേട്ടോ. നമ്മുടെ കടയിലുണ്ടല്ലേ, അതിന് സ്റ്റിക്കർ എടുത്ത് വരും. എന്നിട്ട് ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നവർക്ക് കള്ളം ആരും പറയല്ലേ. എല്ലാവരെയും അമ്മയും അപ്പ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പൊ ആരും കള്ളം പറയാതെ കറക്റ്റായിട്ട് പറയണം. എത്ര കാര്യം അനുസരിച്ച് നിങ്ങൾ എഴുതി കൊണ്ടുവന്നെങ്കിൽ വേണം കേട്ടോ. മറന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം കേട്ടോ. മീൻകുട്ടി അപ്പൊ എത്ര കാര്യമാണ് നല്ല കുട്ടിയായിട്ട് നിങ്ങളുണ്ടോ? മീൻകുട്ടി കടി വരുമ്പോ എങ്ങനെയിരിക്കാം? നല്ല കുട്ടിയായിട്ട് ശമ്പളം കൊണ്ട് നല്ല കുട്ടിയായിട്ട് ചെയ്യും കേട്ടാ. നീ കുട്ടികളെ ഏറ്റവും നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടാ. അപ്പം അടുത്ത കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, എല്ലാവരും ചോദിക്കും, എത്രയാണ് നിങ്ങളുടെ അമ്മയും അപ്പയും അനുസരിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്ന് കേൾക്കണം. അവിടെ കണ്ടോളി കേട്ടാ. അപ്പം എല്ലാവരും എനിക്ക് എത്ര കാര്യം പറയാം. ഏറ്റവും കൂടുതൽ ചെയ്യുന്നവർക്ക് അനുസരിക്കുന്നവർക്കാണ് സമ്മാനം. അപ്പൊ നമ്മൾ പള്ളി വന്ന് കള്ളം പറയാമോ? കള്ളം പറയാൻ നല്ല കുട്ടിയായിട്ട് പറയുന്നതിന്റെയും സമ്മാനമുണ്ടേ. ഓക്കെ, എന്നെ നല്ല അനുസരണമുള്ള മക്കളായിട്ട് പറയണം. അടുത്ത ആഴ്ച രാത്രി കഥ ഓക്കെ.